ഇപ്പോൾ നമ്മൾ ആമസോണിലും ഫ്ലിപ്കാർട്ടിലൊക്കെ ഷോപ്പ് ചെയ്യാറുണ്ട്. അപ്പം ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഫ്ലിപ്കാർട്ട് വഴി ഒരു സാധനം എങ്ങനെ മേടിക്കാം എന്നുള്ളതിനെ കുറിച്ചിട്ടാണ്. അതിന് വേണ്ടിയിട്ട് ഒന്നുകിൽ നിങ്ങൾക്ക് ഫ്ലിപ്കാർട്ട് ആപ്ലിക്കേഷൻ യൂസ് ചെയ്യാം. പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും ഇത് അവൈലബിൾ ആണ്. എന്തായാലും ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. അല്ലാന്നുണ്ടെങ്കിൽ ഏതൊരു ബ്രൗസറിൽ പോയിട്ട് ഫ്ലിപ്കാർട്ട് എന്ന് സെർച്ച് ചെയ്താൽ മതി. അത് സെർച്ച് ചെയ്യുമ്പോൾ ഫസ്റ്റ് വരുന്ന റിസൾട്ടിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ നമ്മൾ ഫ്ലിപ്കാർട്ടിൽ എത്തുന്നതായിരിക്കും. എന്തായാലും ഞാനൊരു എക്സാമ്പിളിന് ഫ്ലിപ്കാർട്ട് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് എന്ത് സാധനമാണോ വേണ്ടത് ആ ഒരു സാധനം ഇവിടെ സെർച്ച് ചെയ്യുക. സെർച്ച് ചെയ്യുമ്പം കുറേ റിസൾട്ട്സും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും. നമുക്ക് ഇഷ്ടമുള്ള സാധനം ഇതിൽ നിന്ന് സെലക്ട് ചെയ്യാം. ഇപ്പം ഒരു എക്സാമ്പിളിന് ഞാൻ ഈ ഒരു പ്രോഡക്റ്റ് സെലക്ട് ചെയ്യാണ്. ആ ഒരു പ്രോഡക്റ്റ് സെലക്ട് ചെയ്തതിന് ശേഷം ഇത് മേടിക്കാനാണെന്നുണ്ടെങ്കിൽ ബൈ നൗ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എക്സ്ട്രാ വേറെ സാധനങ്ങളൊക്കെ വേണോ എന്ന് ചോദിക്കുന്നുണ്ട്. വേണമെന്നുണ്ടെങ്കിൽ അത് ആഡ് കൊടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കിയിട്ട് കണ്ടിന്യൂ എന്നുള്ളതിൽ മാത്രം ക്ലിക്ക് ചെയ്താൽ മതി. ആഡിൽ ക്ലിക്ക് ചെയ്യാതിരിക്കുക. ഇനി ഇവിടെ മുകളിൽ നിങ്ങൾക്ക് ഇത് ഡെലിവറി അഡ്രസ്സ് കാണാൻ പറ്റും. ഇത് ചേഞ്ച് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ ഡെലിവർ ടു എന്നുള്ള ഭാഗത്ത് ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ നമ്മുടെ അഡ്രസ്സിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഇവിടെ കാണാൻ പറ്റും. ഇതിന് ഇഷ്ടമുള്ള അഡ്രസ്സ് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. ഇനി പുതിയ അഡ്രസ്സ് ആഡ് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ ആഡ് എ ന്യൂ അഡ്രസ്സ് എന്നുള്ള ഓപ്ഷൻ ഇവിടെ കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് പുതിയ അഡ്രസ്സും കാര്യങ്ങളൊക്കെ നമുക്ക് ആഡ് ചെയ്യാവുന്നതാണ്. പേര്, ഫോൺ നമ്പർ, അതുപോലെ തന്നെ വീട്ട് അഡ്രസ്സ്, ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുക്കുക. എന്നിട്ട് സേവ് അഡ്രസ്സ് കൊടുക്കുക. അതിനുശേഷം ഇവിടുന്ന് ആ ഒരു അഡ്രസ്സ് സെലക്ട് ചെയ്യുക. ആ ഒരു അഡ്രസ്സ് സെലക്ട് ചെയ്താൽ ഇവിടെ ആ ഒരു അഡ്രസ്സ് വരുന്നതായിരിക്കും. ഇവിടെ നമുക്ക് പ്രോഡക്റ്റ് കാണാൻ പറ്റും. ഇനി ഈ ഒരു പ്രോഡക്റ്റിന്റെ ക്വാണ്ടിറ്റി ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ക്വാണ്ടിറ്റി സെലക്ട് ചെയ്യാവുന്നതാണ്. അത് കഴിഞ്ഞിട്ട് താഴത്തോട്ട് നമ്മൾ സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് ഇവിടെ നമുക്ക് കണ്ടിന്യൂ ബട്ടൺ കാണാൻ പറ്റും. ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ പേയ്മെന്റ് സെക്ഷൻസിലോട്ട് എത്തുന്നതായിരിക്കും. ഇപ്പം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ക്രെഡിറ്റ് കാർഡ് അല്ലെങ്കിൽ ഡെബിറ്റ് കാർഡൊക്കെ യൂസ് ചെയ്യാവുന്നതാണ്. അതിന് വേണ്ടിയിട്ട് ക്രെഡിറ്റ് ഓർ ഡെബിറ്റ് ഓർ ATM കാർഡ് എന്നുള്ള ഓപ്ഷൻ കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ കാർഡ് നമ്പർ, അതുപോലെ തന്നെ വാലിഡിറ്റി, പിന്നെ CVV ഇതൊക്കെ എൻ്റർ ചെയ്ത് കൊടുക്കാവുന്നതാണ്. പിന്നെ എങ്ങനെ ഡെബിറ്റ് കാർഡും ക്രെഡിറ്റ് കാർഡൊക്കെ യൂസ് ചെയ്യുക എന്നതിനെ പറ്റിയിട്ടുള്ള ഒരു വീഡിയോ നമ്മൾ മുമ്പ് ചെയ്തിട്ടുണ്ട്. ആ ഒരു വീഡിയോ കാണാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്ക് കൊടുക്കുന്നുണ്ട്. അവിടുന്ന് ചെക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ഈ ഒരു ക്രെഡിറ്റ് കാർഡ് അല്ലെങ്കിൽ ഡെബിറ്റ് കാർഡ് വെച്ചിട്ട് അല്ലെങ്കിൽ ATM കാർഡ് വെച്ചിട്ട് പേയ്മെൻറ്റ് ചെയ്യാവുന്നതാണ്. വേണമെന്നുണ്ടെങ്കിൽ നെറ്റ് ബാങ്കിങ് സെലക്ട് ചെയ്യാവുന്നതാണ്. അല്ലാന്നുണ്ടെങ്കിൽ UPI പേയ്മെൻ്റ് ഒക്കെ ചെയ്യാവുന്നതാണ്. UPI പേയ്മെൻറ്റ് ചെയ്യാനാണ് എന്നുണ്ടെങ്കിൽ UPI സെലക്ട് ചെയ്യുക. UPI സെലക്ട് ചെയ്തതിന് ശേഷം നിങ്ങളുടെ UPI ID ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിന് വേണ്ടിയിട്ട് ചെയ്യേണ്ട കാര്യം എന്താ വെച്ചാൽ UPI പേയ്മെൻറ്റ് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. ഞാനൊരു എക്സാമ്പിളിന് ഗൂഗിൾ പേ കാണിക്കുകയാണ്. ഗൂഗിൾ പേ ഓപ്പൺ ആക്കിയാൽ ഇവിടെ പ്രൊഫൈൽ ബട്ടൺ കാണാൻ പറ്റും. ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്താൽ ഇവിടെ UPI ID കാണാൻ പറ്റും. ആ ഒരു ID ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. അത് എൻ്റർ ചെയ്താൽ പേ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്താൽ പേയ്മെൻറ്റ് നടക്കുന്നതായിരിക്കും. ഇനി അതല്ല ക്യാഷ് ഓൺ ഡെലിവറി ആണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ക്യാഷ് ഓൺ ഡെലിവറി സെലക്ട് ചെയ്യുക. അതായത് ആ ഒരു പ്രോഡക്റ്റ് നമ്മുടെ കയ്യിൽ കിട്ടിയതിന് ശേഷം മാത്രം നമ്മൾ പൈസ കൊടുത്താൽ മതി. എന്തായാലും അതിന് വേണ്ടിയിട്ട് ക്യാഷ് ഓൺ ഡെലിവറി സെലക്ട് ചെയ്താൽ പ്ലേസ് ഓർഡർ എന്നുള്ള ഓപ്ഷൻ ഇവിടെ കാണാൻ പറ്റും. ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കൺഫേം ഓർഡർ എന്നുള്ള ഓപ്ഷൻ കാണാൻ പറ്റും. ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഓർഡർ പ്ലേസ് ആവുന്നതായിരിക്കും. ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും താങ്ക്സ് ഫോർ ഷോപ്പിംഗ് വിത്ത് അസ് എന്നൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ എക്സ്പെക്റ്റഡ് ഡെലിവറി ഡേറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പം ഇങ്ങനെ നമുക്ക് വളരെ സിമ്പിളായിട്ട് ഫ്ലിപ്കാർട്ടിൽ ഒരു പ്രോഡക്റ്റ് ഓർഡർ ചെയ്യാവുന്നതാണ്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. എന്തായാലും ഈ ഒരു വീഡിയോ പറ്റിയിട്ടുള്ള നിങ്ങളുടെ ജെന്യൂൻ ആയിട്ടുള്ള അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇതുപോലുള്ള വീഡിയോസ് നിങ്ങൾ കാണാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്.